ഇവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാ? നല്ല അവിയലും സാമ്പാറും ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? ക്ഷമിക്കണം, കാഥികന് തെറ്റിപ്പോയതാണ്. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മ പെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ തുടങ്ങട്ടെ. കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലുകളിലെ 20 രൂപ ഊണിന് നിലവാരമില്ലെന്ന് പരാതി. വേറെന്തൊക്കെയുണ്ട് ന്യൂസ് നാട്ടില്? കുളിക്കടവിൽ പെണ്ണുങ്ങൾ പറയുന്ന നാടൻ ഗോസിപ്പുകൾക്ക് പോലും ഇതിലും നിലവാരം ഉണ്ടാവും. കുഞ്ഞുകുട്ട, സാധാരണ സിനിമകളിൽ കാണുന്ന ഒരു സ്ഥിരം നമ്പർ അവിടെ ഇറക്കാൻ പോവാ. ഒത്തു അനുസരണയോടെ നിന്നോണം, ഞാൻ പലതും കാണിക്കും. സർക്കാർ പറഞ്ഞ കറികളൊന്നുമില്ലാതെ വെറും ചോറ് മാത്രമായി ഊണ് മാറിയെന്നാണ് ആക്ഷേപം. അതുകൊണ്ട് തോന്നുന്നത് സാമ്പാറിലെല്ലാ കഷ്ണങ്ങളുണ്ടോ? കൂട്ടുകറിക്കാണെ പുക വേണം, പായസത്തിനാണെ മധുരം പോരാ. ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി. ആവശ്യത്തിന് ചോറുണ്ട്, തോരൻ കാണാൻ മാത്രമില്ല, ചമ്മന്തിയോ അച്ചാറോ ഇല്ല, വെള്ളം പോലെ ഒരു ഒഴിച്ചുകറിയുണ്ട്. വേറെ കറിയൊന്നുമില്ലേ? ഓഹോ, 5 സ്റ്റാർ ഭക്ഷണം കഴിച്ച് സുഖിക്കാൻ വന്നാണല്ലേ? അയ്യേ, ഇതാണ് സാമ്പാർ. പ്രധാനമായി ഇതിൽ പരിപ്പ് വന്നിട്ടില്ല, കുറച്ച് ഉലുവ അല്ലേ, കുറച്ച് ജീരകം, രണ്ടും ഒരു പ്രത്യേക പരുവത്തിൽ എണ്ണയും മൂപ്പിച്ച് ഇതിൽ പൊടിച്ച് ചേർക്കണം. കളി കാര്യമാക്കാൻ ആരെങ്കിലും വരുമോന്ന് കാത്തിരിക്കായിരുന്നു ഞങ്ങള്. ഒഴിച്ചോളൂ. മതി 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 മതി. നല്ല ചൂടുണ്ട് കേട്ടോ. എത്ര ദിവസമായി ഒന്നും ഉണ്ടിട്ട്. ഉപേക്ഷിച്ചിട്ട് വരാൻ എന്താ കരിമ്പൂച്ചയാ? മനുഷ്യനായി എത്ര ക്രൂരത പാടില്ല. ഇങ്ങോട്ട് വരട്ടെ, കഴിച്ചോളൂ. അതുകൊണ്ട് തോന്നുന്നത് സാമ്പാറിലെല്ലാ കഷ്ണങ്ങളുണ്ടോ? കൂട്ടുകറിക്കാണെ പുക വേണം, പായസത്തിനാണെ മധുരം പോരാ. അങ്ങനെയാണെങ്കിൽ പായസത്തിന് നിൽക്കില്ല, സദ്യ വേണം. പഴം പപ്പടം സഹിതം സദ്യ. അതൊക്കെ ഇരിക്കട്ടെ, ഊണിഷ്ടായോ? ഉഗ്രൻ. ഇത്രയും നല്ല ചാപ്പാട് അടുത്തിടെ കഴിച്ചിട്ടില്ല. ഒന്നും ശരിയായിട്ടുണ്ടാവില്ല. മതി മതി, ഇതെല്ലാം കൂടി ആകുമ്പോ വയറ് പൊട്ടിപ്പോവും. പത്രധർമ്മത്തിന് നിരക്കാത്ത കാര്യമാണ് ഇതൊക്കെ. ഒരു ധർമ്മക്കാരൻ ഒന്നുമില്ല, നമ്മുടെ സുഹൃത്തിന് വേണ്ടിയിട്ടല്ലേ.